നമസ്കാരം. കർണാടകയിൽ കാത്തുകാത്തിരുന്ന് കയ്യിൽ കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ തേങ്ങ പോലെയാണെന്ന് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചു. തുടക്കത്തിലേ തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ 8 നിലയിൽ പൊട്ടിച്ചാണ് പാർട്ടി അധികാരത്തിലെത്തിയത്. മേൽവിലാസം പോലും ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എഴുതി തള്ളിയിടത്തു നിന്നാണ് കോൺഗ്രസ് വിജയത്തിലേക്ക് എത്തിയത്. ശരിക്കും പൊരുതി നേടിയ ഒരു വിജയമായിരുന്നു കർണാടകയിലേത്, സമ്മതിച്ചു കൊടുക്കണം. വിജയത്തിന് പിന്നിൽ അരയും തലയും മുറുക്കി രംഗത്തുണ്ടായിരുന്നത് DK ശിവകുമാർ തന്നെയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ഏവരും കരുതിയിരുന്നെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനം സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന് സംഭവിച്ചത് കർണാടകയിലും ആവർത്തിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ മുറിവേറ്റ മനസ്സുമായി DK ശിവകുമാർ പാർട്ടിക്ക് കീഴ്പ്പെട്ട് സജീവമായി തന്നെ പ്രവർത്തിച്ചു. ഇടയ്ക്കിടെ തന്റെ നീരസം അദ്ദേഹം പറയാതെ പറയുകയും ചെയ്തിരുന്നു. ഒടുവിൽ 2 ആഴ്ച മുമ്പ് സിദ്ധരാമയ്യെ മാറ്റി DKയെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം അവരോധിച്ചു. പ്രശ്നങ്ങളെല്ലാം ഒടുങ്ങുകയും തുടർഭരണം കിട്ടുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ DKയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നയിക്കുമെന്നും കരുതി. എന്നാൽ തുടക്കത്തിലെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പുതിയ മന്ത്രിസഭയിലെ അംഗമായ രാമലിംഗ റെഡ്ഡിയാണ് ആദ്യം ഉടക്കിട്ടത്. ആഗ്രഹിച്ച വകുപ്പ് അദ്ദേഹത്തിന് കിട്ടാത്തതിൽ കലിപൂണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. വകുപ്പിലെ തന്റെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഏറെ പണിപ്പെട്ട് രാമലിംഗ റെഡ്ഡിയെ അനുനയിപ്പിച്ച് രാജി പിൻവലിപ്പിച്ചു. ഇതോടെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയെന്ന് ഏവരും കരുതി. എന്നാൽ പുറത്തു വന്നതിനേക്കാൾ പ്രശ്നങ്ങളാണ് മന്ത്രിസഭയിലും പാർട്ടിക്കുള്ളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലഭിച്ച വകുപ്പുകളിൽ പലതിലും മന്ത്രിമാർ തൃപ്തരല്ല. തങ്ങളുടെ ആശങ്കകൾ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ മന്ത്രിമാർ ഡൽഹിയിലേക്ക് പോകാനൊരുങ്ങുന്നു. ബാംഗ്ലൂർ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണ ബൈരെ ഗൗഡയും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. വകുപ്പ് അനുവദിച്ചെങ്കിലും അദ്ദേഹം ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ബംഗളൂരു വികസന അതോറിറ്റി, ബംഗളൂരു മെട്രോപൊളിറ്റൻ മേഖല വികസന അതോറിറ്റി എന്നിവ ബംഗളൂരു വികസന വകുപ്പിന് കീഴിൽ കൊണ്ടുവരാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം അധികാരമേൽക്കാത്തത്. ഇതിനിടെ ചില MLA-മാർ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചരടുവലികളും തുടങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ തൃപ്തരാക്കി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ കുഴങ്ങുകയാണ് പാർട്ടി നേതൃത്വം. രാഷ്ട്രീയത്തിൽ പ്രതിസന്ധികൾ എപ്പോഴും ഉണ്ടാകും. അതെല്ലാം വിജയകരമായി തരണം ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ മിടുക്കെന്നും അത് DK ശിവകുമാർ തെളിയിച്ചുവെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഈ കണക്കിന് പോയാൽ പാർട്ടിക്കുള്ളിലെ കലാപം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ DKക്ക് കഴിയില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അധികം വൈകാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ശുഭസൂചനയല്ല. കർണാടകത്തിൽ നിന്നും വരുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ഏത് വിധേനയും അധികാരം തിരിച്ചുപിടിക്കാൻ BJP അവസരം പാർത്തിരിക്കുമ്പോൾ ഓപ്പറേഷൻ താമര ഉൾപ്പെടെ രാഷ്ട്രീയത്തിൽ പുതിയ രീതികൾ പലതും എഴുതി ചേർത്ത ഇടമാണ് കർണാടകം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. പാർട്ടിക്കുള്ളിലെ കലഹത്തിന് പിന്നിൽ BJP ആണോ എന്ന സംശയവും മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നു.